എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർച്ച് അസിസ്റ്റന്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എക്സാമിന് മാത്തമാറ്റിക്സിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രാധാന്യാർഹിതമായ കളക്ഷൻ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ദി ലെങ്ത് ഓഫ് ടൈം minutes that a certain boy speaks on the telephone is found to be a random phenomena. റാൻഡം ഫിനോമിന എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, റാൻഡം വേരിയബിളുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, പ്രോബബിലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വിത്ത് എ PDF. ഇപ്പോൾ പ്രോബബിലിറ്റിയുടെ തന്നെ ഏറ്റവും പ്രാധാന്യാർഹിതമായ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണിത്. ശ്രദ്ധിച്ചിരിക്കുക. ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് a e raised to minus x by 3 for x greater than 0 and 0 otherwise. The value of a which makes a probability density function. ഈ ഫംഗ്ഷൻ ഒരു PDF ആവുകയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ PDF എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3-4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഈ ഒരു കണ്ടീഷന്റെ സഹായം മാത്രം മതി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ 0-യിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ 0-യിൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതർവൈസ് ഫംഗ്ഷൻ 0 ആണ്. അതായത് ഡിഫൈൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷന് നോൺ സീറോ വാല്യൂ ഉള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ 0-യിൽ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ക്ലിയർലി നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആക്ച്വലി ആ ഒരു ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് പറയുക അല്ലെ? മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, പിന്നെ 0 മുതൽ ഇൻഫിനിറ്റി വരെ. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഉത്തരം 0 ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല. എന്ത് എഴുതിയാൽ മതി? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആരാണ്? a e raised to minus x by 3. a e raised to minus x by 3 dx is equal to എന്തെന്ന് എഴുതാൻ പറ്റും? 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ഔട്ട് സൈഡ് എടുക്കാം? a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. a നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. a ഇൻറ്റു e raised to minus x by 3 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ആണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുക, ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ഇ റൈസ് ടു എ എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ. പിന്നെ ഈ എ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ആണെങ്കിൽ ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് സി. ഓക്കെ, അതായത് അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ, ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ അഥവാ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഒന്നിലധികം ഫംഗ്ഷൻസിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ബേസിക്കലി അറിയാവുന്ന സാധനമാണ്. ഇപ്പം a ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 3യുടെ ഇന്റഗ്രൽ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് ബൈ 3യുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ 3. ഓക്കെ ആണല്ലോ? ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ഇംപ്ലൈസ് a ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്ലേസിലോട്ട് എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി. അതായത് 1 ബൈ ഇൻഫിനിറ്റി. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, പൊതുവെ പഠിച്ചു വെക്കുക. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ് വരിക? 0 ആണ് വരിക. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ വരിക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായി? ഉത്തരം 0 ആണെന്ന് മനസ്സിലായി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഉത്തരം 0 ആണെന്ന് മനസ്സിലായി. എക്സിന്റെ പ്ലേസിലോട്ട് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് വരിക. അന്നേരം ഉത്തരം 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുക. ഇ റൈസ് ടു 0 വരും. നമുക്കറിയാം എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? ഏതൊരു സംഖ്യയുടെയും പവറിൽ 0 വന്നാൽ ഉത്തരം 1 ആണ്.
ഇവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ e⁻01 വരും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? -1/3 ഉണ്ട്. ശരിയല്ലേ? -1/3. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1. ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്തു, ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഇനി ഈ രണ്ട് മൈനസുകൾ ചേർന്ന് എന്താവും? പ്ലസ് ആകും അല്ലെ? അപ്പൊ ഫൈനൽ ആൻസർ എന്താണ് വരിക? a ഇൻറ്റു 0 പ്ലസ് 1/1/3 എന്ന് വരും അല്ലെ? 1 ഡിവൈഡഡ് ബൈ 1/3. 0 പ്ലസ് 1/1/3 എന്ന് പറഞ്ഞാൽ 1/1/3 ഈക്വൽ ടു 1. ഓക്കെ, ഇനി 1/3 നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. 1 ഇൻറ്റു 1/3 ആൻസർ എന്ത് കിട്ടും? a ഈസ് ഈക്വൽ ടു 1/3 കിട്ടും. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ a ഈസ് ഈക്വൽ ടു എന്താണ്? 1/3. സോ ഓപ്ഷൻ സി 1/3 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 1/3 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. PDF-ന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ബേസിക് പ്രോപ്പർട്ടി ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx = 1 യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷൻ തരുമ്പോൾ ആ ഫംഗ്ഷനകത്ത് k എന്നോ a എന്നോ ഒക്കെ പറഞ്ഞ് കോൺസ്റ്റന്റുകളെ കയറ്റിയതിനു ശേഷം ആ കോൺസ്റ്റന്റ് തിരിച്ച് കണ്ടുപിടിക്കാൻ, കോൺസ്റ്റന്റിന്റെ വാല്യൂ PDF-ന്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് 100% പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. തീർച്ചയായും അത് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോകാവുള്ളൂ. കാരണം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, വളരെ ലളിതമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുമാണ്. ഓക്കെ, ഇത് ഫൈനൽ ആൻസറിലേക്ക് നേരിട്ട് പോകാനുള്ള കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നീട് വഴിയെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളിൽ അത് പറയാം. അടുത്ത ഒരു ചോദ്യം നോക്കിയോളൂ. The positive square root of arithmetic mean of squares of deviations of the given values from their arithmetic mean is denoted as. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൊത്തം ഉള്ള ചോദ്യങ്ങളിലെ നല്ലൊരു ശതമാനം ചോദ്യങ്ങളും ഇതേപോലെയുള്ള പക്ക ഡെഫിനിഷൻ മാത്തമാറ്റിക്സ് ആണ് എങ്കിൽ പോലും മാത്തമാറ്റിക്സിന്റെ ചില പർട്ടിക്കുലർ ടേമുകളുടെ അടിസ്ഥാനപരമായ ഡെഫിനിഷൻ തന്നെ ചോദ്യമായിട്ട് 100% ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും പക്ക ഡയറക്റ്റ് ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ട്, ഇങ്ങനെ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ലാഭിക്കുന്ന സമയം ചെയ്യാനുള്ള ചോദ്യങ്ങളിൽ, അത്യാവശ്യ സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുന്ന ചോദ്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പൊ ഇതൊക്കെ ഒരു സെക്കൻഡ് പോലും വേണ്ട ആൻസർ പറയാൻ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒരു കാര്യം കാണുമ്പോൾ തന്നെ ഉറപ്പിക്കാം, എന്താണ്? പോസിറ്റീവ് സ്ക്വയർ റൂട്ട് അല്ലെ? സ്ക്വയർ റൂട്ട് വരുന്ന ആള് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിന്റെ ഡെഫിനിഷൻ ആണ്. അതിനുശേഷം അവർ പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ ഗിവൺ വാല്യൂസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ, ദാറ്റ് ഈസ് വേരിയൻസ്. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് വരുന്ന ആളെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് മീൻ ആണ്. സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. വി ഓഫ് എക്സ് എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. യെസ്, അത് തന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. രണ്ട് കേസിലും രണ്ട് ഇക്വേഷൻസ് ആണ്. ഒരിടത്ത് സിഗ്മയും മറ്റേ സ്ഥലത്ത് ഇന്റഗ്രേഷനും. ഓക്കെ, ഞാൻ ജനറൽ ആയിട്ടുള്ള ഫോർമുല മാത്രം തൽക്കാലം എഴുതി കാണിക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ്. റൂട്ട് വി ഓഫ് എക്സ്, റൂട്ട് വേരിയൻസ് എന്ന് പറയുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? റൂട്ട് വേരിയൻസ്. ഓക്കെ, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് വേരിയൻസ് ആണ്. അവിടെ നിന്ന് വേരിയൻസിന് മറ്റൊരു നൊട്ടേഷൻ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് വേരിയൻസ് ആണെന്ന് പറഞ്ഞു. വേരിയൻസ്, ഈ റൂട്ട് ഇപ്പുറം വരുമ്പോൾ സ്ക്വയർ ആകും. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്? വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ ഇനി എവിടെ സിഗ്മ സ്ക്വയർ കണ്ടാലും അതെന്താണെന്ന് ഉടനെ മനസ്സിൽ വരണം, വേരിയൻസ് ആണെന്ന് മനസ്സിൽ വരണം. എവിടെ സിഗ്മ കണ്ടാലും അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കാനും നമുക്ക് പറ്റണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഡെഫിനിഷൻ ആണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ന കാര്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ ബാഗ് കണ്ടെയ്ൻസ് 5 white and 3 black balls
Another bag contains 4 white and 7 black balls. A ball is randomly drawn from one of the bags and found to be black. What is the probability that it is from the first bag എന്നാണ് ചോദ്യം. ഓക്കെ, വളരെ പ്രാധാന്യാർഹിതമായ ചോദ്യം, സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ബേസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ബേസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും വലിയ സംഭവങ്ങളും ഒന്നും പഠിച്ചില്ലെങ്കിലും ബേസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ബേസ് തിയറത്തിന്റെ ഫോർമുലയൊന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ അടിസ്ഥാനപരമായി പ്രോബബിലിറ്റിയുടെ ഒരു ബേസിക് കൺസെപ്റ്റ്, ബേസിക് ലോജിക് ഉള്ള ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഞാൻ ആ രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ബേസ് തിയറത്തിന്റെ ഫോർമുലയും കാര്യങ്ങളും ഒന്നും തൽക്കാലം പറയുന്നില്ല. നമ്മുടെ കയ്യിൽ 2 ബാഗ് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ബാഗ്, രണ്ടാമത്തെ ബാഗ്. ആദ്യത്തെ ബാഗിനകത്ത് 5 വൈറ്റ് ബോൾ ഉണ്ട്. ബാഗിന് 1 എന്നും 2 എന്നും പേര് കൊടുക്കാം. ആദ്യത്തെ ബാഗിനകത്ത് 5 വൈറ്റ് ബോൾ ഉണ്ട്, 3 ബ്ലാക്ക് ബോൾ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ബാഗിനകത്ത് 4 വൈറ്റ് ബോൾ ഉണ്ട്, 7 ബ്ലാക്ക് ബോൾ ഉണ്ട്. ഓക്കെ, എ ബോൾ ഈസ് റാൻഡംലി ഡ്രോൺ ഫ്രം വൺ ഓഫ് ദ ബാഗ് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക്. അതായത് നമ്മൾ 2 ബാഗുകളിലോട്ട് നോക്കുന്നില്ല. നമ്മൾ കണ്ണടച്ചിട്ട് ഏത് ബാഗിൽ നിന്നാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബോൾ എടുക്കുന്നു. ബാഗ് 1ൽ നിന്നാണോ ബാഗ് 2ൽ നിന്നാണോ എന്ന് പോലും അറിയത്തില്ല. ബോൾ എടുത്തു കഴിഞ്ഞു. ബോൾ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ബോൾ നോക്കിയപ്പോൾ അത് റെഡ് അല്ല, സോറി, അത് ബ്ലാക്ക് ആണെന്ന് കണ്ടു. അല്ലെ, ബോൾ നോക്കിയപ്പോൾ അത് ബ്ലാക്ക് ആണെന്ന് കണ്ടു. ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ? എന്റെ കയ്യിൽ 2 ബാഗുണ്ട്. ഓരോ ബാഗിലും എത്ര വീതം വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ആണ് ഉള്ളത് എന്ന് നമുക്ക് ചോദ്യത്തിൽ അവർ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ കണ്ണടച്ചൊരു ബോൾ എടുക്കുവാണെങ്കിൽ എനിക്കിപ്പോ കയ്യിലൊരു ബോൾ ഉണ്ട്. അന്നേരം കിട്ടിയ ഈ ബോൾ ഒരു ബ്ലാക്ക് ബോൾ ആണെന്ന് അവർ പറഞ്ഞേക്കുക, ബ്ലാക്ക് ബോൾ ആണെന്ന് പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ കിട്ടിയ ഈ ബ്ലാക്ക് ബോൾ ഇതിനകത്ത് ഏത് ബാഗിൽ നിന്നാണ്, യെസ്, ഏത് ബാഗിൽ നിന്നാണെന്നല്ല, അത് ഫസ്റ്റ് ബാഗിൽ നിന്നാവാനുള്ള സാധ്യത. മേ ബി അത് ആദ്യത്തെ ബാഗിൽ നിന്നാവാം, രണ്ടാമത്തെ ബാഗിൽ നിന്നാവാം. അത് ആദ്യത്തെ ബാഗിൽ നിന്നാവാനുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം മുഴുവൻ സാധ്യത എല്ലായ്പ്പോഴും ഡിനോമിനേറ്ററിൽ, അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് സാമ്പിൾ സ്പേസിനകത്തുള്ള ആൾക്കാരെല്ലാം താഴെ വരണം. പിന്നെ എന്താണ്? റിക്വയർഡ് നമ്പർ ഓഫ് കേസസ് ന്യൂമറേറ്ററിൽ വരണം, അല്ലെ. എൻ ഓഫ് റിക്വയർഡ് ബൈ എൻ ഓഫ് ടോട്ടൽ, അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ ഡിനോമിനേറ്ററിലെ ടോട്ടൽ എഴുതാൻ പോവാ. നല്ലോണം ശ്രദ്ധിക്കണം. പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഒരു ബാഗിൽ നിന്ന് ബോൾ എടുക്കുന്നു. ഓക്കെ, മൊത്തം സാധ്യതയാണ്. അതായത് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് കിട്ടാനുള്ള മൊത്തം സാധ്യതയാണ് ഞാൻ ഡിനോമിനേറ്റർ എഴുതാൻ പോകുന്നത്. നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ബാഗിൽ നിന്നാണ്. യെസ്, ആദ്യത്തെ ബാഗിന്റെ സാധ്യത മാത്രം ഞാൻ ന്യൂമറേറ്ററിൽ കൊടുക്കും, മൊത്തം സാധ്യത ഞാൻ ഡിനോമിനേറ്ററിൽ കൊടുക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് മുഴുവൻ സാധ്യത ഡിനോമിനേറ്ററിൽ വരണം, ആവശ്യമുള്ള സാധ്യത മാത്രം ന്യൂമറേറ്ററിൽ വരണം. അത്രയും കാര്യം മാത്രം ബേസ് തിയറം തൽക്കാലം ഓർത്ത് വെക്കുക. ഇതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് പിടികിട്ടും. ഫോർമുല ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ ഡിനോമിനേറ്റർ ആണ് ആദ്യം എഴുതാൻ പോകുന്നത്. എൻ്റെ 2 ബാഗ് ഉണ്ട്. ആ 2 ബാഗിൽ നിന്നും ഒരു ബാഗ് ചൂസ് ചെയ്യാൻ തന്നെ. അപ്പൊ ബോൾ എടുക്കുമ്പോൾ അറ്റേട്ടായി നമ്മൾ ഒരു ബാഗിൽ നിന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ 2 ബാഗിൽ ഏത് ബാഗാണെന്ന് നമുക്ക് അറിയാത്തടത്തോളം കാലം ആ 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് ചൂസ് ചെയ്യാൻ തന്നെ ഒരു പ്രോബബിലിറ്റി വേണം. ശരിയല്ലേ? ആ 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് ചൂസ് ചെയ്യാൻ ഒരു പ്രോബബിലിറ്റി വേണം. അത് എത്രയാണ്? 1/2. ശരിയല്ലേ? 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് എടുക്കാനുള്ള ചാൻസ് 1/2 ഇൻറ്റു, അത് ഫസ്റ്റ് ബാഗ് ആണെന്നിരിക്കട്ടെ. ഞാൻ ബോൾ എടുത്തു, എനിക്ക് ബ്ലാക്ക് കിട്ടി, അത് ഫസ്റ്റ് ബാഗ് ആണെന്നിരിക്കട്ടെ. ആദ്യത്തെ ബാഗിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ്, ആദ്യത്തെ ബാഗ് ഇതാണ്. അവിടെ 3 ബ്ലാക്ക് ഉണ്ട്. മൊത്തം എത്ര ബോൾ ഉണ്ട്? 5 3 8 ബോൾ ഉണ്ട് പ്ലസ്. അപ്പൊ ഒരു സാധ്യത കഴിഞ്ഞു. അടുത്ത സാധ്യത എന്തുവാ? രണ്ടാമത്തെ ബാഗിൽ നിന്നും ബോൾ എടുക്കാനുള്ള ചാൻസ്, രണ്ടാമത്തെ ബാഗ് തന്നെ എടുക്കാനുള്ള ചാൻസ് 1/2 ആണ്. അവിടെ നിന്ന് ഇനി എന്ത് ബോൾ എടുക്കണ്ടേ? നമുക്ക് ബ്ലാക്ക് ബോൾ ചൂസ് ചെയ്യാനുള്ള ചാൻസ്. അവിടെ 7 ബ്ലാക്ക് ബോൾ ഉണ്ട്, 7 4 11 ബോൾ ഉണ്ട് ടോട്ടൽ. ഓക്കെ, മുഴുവൻ സാധ്യത ഞാൻ ഡിനോമിനേറ്ററിലാക്കി,
ഇനി ആവശ്യമുള്ളത് ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കണമെന്നാണ് പറയുന്നത്. ശരിയല്ലേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ഫസ്റ്റ് ബാഗിന്റെ ഓൾറെഡി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇയാളെ എടുത്ത് നേരെ മോളിൽ കൊടുക്കുക. 1/2 ഇൻറ്റു 3/8. ഇത് ചെയ്തെടുത്താൽ ഫൈനൽ ആൻസർ ആയി. ഈ ഒരു സ്റ്റെപ്പിലേക്ക് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഫോർമുലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. ഈ ഒരൊറ്റ സ്റ്റെപ്പിലേക്ക് നേരെ ചാടിക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ്, പൊതുവേ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. എല്ലായിടത്തും ഈ 1/2 അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ, ഇനി ബാക്കി പരിപാടി നോക്കിയാൽ മതി. 3/8 ഡിവൈഡഡ് ബൈ താഴെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 ഇൻറ്റു 11 33 പ്ലസ് എന്താണ് 7 ഇൻറ്റു 8 7 8 56 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 11 88. 88ഉം 8ഉം കൂടെ വെട്ടിയാൽ 11. ശരിയാണല്ലോ? 88ഉം 8ഉം കൂടെ വെട്ടിയാൽ 11. ഈ 11 നേരെ മുകളിൽ പോവും. 3 ഗുണം 11 വരും, അത് 33 വരും. ഡിവൈഡഡ് ബൈ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 6 3 9 5 3 8 33/89 വരും. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി 33 ഡിവൈഡഡ് ബൈ 89 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. സമാനമായ ചോദ്യങ്ങൾ തീർച്ചയായും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന് സമാനമായ രീതിയിൽ 100% പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഓക്കെ, ബേസ് തിയറം ഇസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ദി ക്വാർട്ടൈൽ ഡീവിയേഷൻ, ദ മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോക്സിമേറ്റ്ലി ഇൻ ദ റേഷ്യോ. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ്. ഒരിക്കലും ചെയ്ത് സമയം കളയരുത്. എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റേഷ്യോ 10:12:15 ആണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ഇത് ചെയ്യാൻ സമയം കളയരുത് എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഓൾറെഡി നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിച്ചു വെക്കുന്ന കാര്യമാണ്. ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം എന്താണ് 4 ടൈംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, 5 ടൈപ്സ് ഓഫ് മീൻ ഡീവിയേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. പിന്നെ 2 ടൈംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ക്വാർട്ടൈൽ ഡീവിയേഷന്റെ 3 ടൈംസ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ എന്തെങ്കിലുമൊക്കെ റേഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ത് വരും? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ശരിയാണല്ലോ? മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് മീൻ ഡീവിയേഷൻ 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരും. നമുക്ക് QD MD SD ആണ് കണ്ടുപിടിക്കേണ്ടത്. QD എന്ന് പറയുന്നത് 2/3 SD, MD എന്ന് പറയുന്നത് 4/5 SD എല്ലായിടത്തും വെട്ടിക്കളയാം. 3ന്റെ 5ന്റെ LCM 15 കൊണ്ട് മൊത്തത്തിൽ ഗുണിക്കുമ്പോൾ 2/3 ഇൻറ്റു 15 ഈസ്റ്റു 4/5 ഇൻറ്റു 15 ഈസ്റ്റു 15. ഓക്കെ, 3ഉം 15ഉം കൂടെ വെട്ടാം. 3 5 15 15. ഓക്കെ, ഈ 5 10 3 4 12 സോ ഓപ്ഷൻ എ 10 12 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഇത് കാണാതെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പഠിച്ചു വെക്കണം. മറ്റുള്ള പ്രോബ്ലംസിലും ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടി വരും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് പഠിച്ചു വെക്കുക. എനിവേ QDയും MDയും SDയും തമ്മിലുള്ള റേഷ്യോ 10:12:15 ആണ്. അടുത്ത ചോദ്യം നോക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് x and y are two independent gamma variables. എക്സും വൈയും 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗാമ വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ x/y ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എന്താണ്? ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, ചെയ്ത് കണ്ടുപിടിക്കാനൊന്നുമില്ല.
ബീറ്റാ വേരിയേറ്റ് ഓഫ് ദി സെക്കൻഡ് കൈൻഡ് അല്ലെ, ബീറ്റാ വേരിയേറ്റ് ഓഫ് ദി സെക്കൻഡ് കൈൻഡ്. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ചോദ്യം, എ സിമെട്രിക് ഡൈ ഈസ് ത്രോൺ 600 ടൈംസ്. 600 ടൈംസ് ആണ് സിമെട്രിക് ഡൈ ത്രോ ചെയ്യുന്നത്. നമ്പർ ഓഫ് ടൈംസ് വളരെ കൂടുതലാണ്. ദ ലോവർ ബൗണ്ട് ഫോർ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 80 to 120 സിക്സസ് എന്നാണ് ചോദ്യം. 80 മുതൽ 120 വരെ സിക്സസ് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആദ്യം തന്നെ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു എൻ പി അല്ലെ. എൻ എന്ന് പറയുന്നത് 600 ടൈംസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 ആണ്. 6 അല്ലെ, 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 വരാനുള്ള പ്രോബബിലിറ്റി 1/6 അല്ലെ. 6ഉം 600 വെട്ടിയാൽ 100. അപ്പൊ മീൻ എന്ന് പറയുന്ന 100. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ് അല്ലെ. വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ക്യൂ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ അല്ലെ. ക്യൂ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, അതൊക്കെ ബേസിക്കലി നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. NPക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് എത്രയാണ്? 6 വരരുത്. ബാക്കിയുള്ള 5 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. 6ൽ 5 സാധ്യത അല്ലെ. സോ 500 ഡിവൈഡഡ് ബൈ 6. 500 ഡിവൈഡഡ് ബൈ 6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാൻ ഇത് കട്ട് ചെയ്ത് ചുരുക്കുന്നില്ല. മീനായി, വേരിയൻസ് ആയി. അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്? യെസ്, പ്രോബബിലിറ്റി ഓഫ് എസ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എസ് മോഡുലസ് ലെസ് ദാൻ കെ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/k² എന്ന് പറയുന്ന ഇനിക്വാളിറ്റിയിലെ ഈക്വൽ ടു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സാധനം ഇവിടെ കൊണ്ടുവരണം അല്ലെ. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാധനം നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അറിയാവുന്ന എല്ലാവരെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പ്രോബബിലിറ്റി ഓഫ് എസ് മൈനസ് എക്സ്പെക്ടേഷൻ ഓൾറെഡി നമുക്കറിയാം. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? മീൻ അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് മീന്. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 100 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെസ് ദാൻ കെ ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6. റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/k². നമുക്ക് കെയുടെ വിലയാണ് വേണ്ടത്. കെയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 1 മൈനസ് 1/k² കണ്ടുപിടിച്ച ഉത്തരവായി. പക്ഷെ കെയുടെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു സാധനം മാത്രം ഞാനൊന്ന് ചെയ്യാണ്. കെയുടെ വില എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ഇത് മോഡുലസ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. മോഡ് എക്സ് ലെസ് ദാൻ എ എന്ന് പറയുന്നത് എന്താണ്? മോഡ് എക്സ് ലെസ് ദാൻ എ. മോഡ് എക്സ് ലെസ് ദാൻ എ എന്ന് പറയുന്നത് മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആണ്. ശരിയല്ലേ? മോഡ് എക്സ് ലെസ് ദാൻ എ എന്ന് പറയുന്നത് മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആണ്. സോ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് മൈനസ് കെ ഇൻറ്റു റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6 ലെസ് ദാൻ എസ് മൈനസ് 100 ലെസ് ദാൻ കെ ഇൻറ്റു റൂട്ട് 500 ബൈ 6. പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ എ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എന്ന് എഴുതാം. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/k². ഓക്കെ, ഇനി നടുക്ക് എനിക്ക് എസ് കൊണ്ടുവരണം. എസിന്റെ ലിമിറ്റ് ആണ് 80 മുതൽ 100 വരെ അവർ ചോദ്യത്തിൽ തന്നേക്കുന്നത്. അപ്പം നമുക്ക് നടുക്ക് എസ് കൊണ്ടുവരണം. അപ്പൊ ഈ -100 ഒഴിവാക്കണം. -100 ഒഴിവാക്കണമെങ്കിൽ മൊത്തത്തിൽ എന്തുകൊണ്ട് കൂട്ടുക? 100 കൊണ്ട് കൂട്ടുക അല്ലെ. മൊത്തത്തിൽ 100 കൊണ്ട് കൂട്ടുക. പ്രോബിലിറ്റി ഓഫ് മൈനസ് കെ റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 100 വരും. ലെസ് ദാൻ എസ് മൈനസ് 100 പ്ലസ് 100 എസ് വരും. ലെസ് ദാൻ കെ ഇൻറ്റു റൂട്ട് 500 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 100 വരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/k².
ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നടുക്ക് എസ് വന്നിട്ടുണ്ട് അല്ലേ, നടുക്ക് എസ് വന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ കെ ആണേ, കെ ആണ് കേട്ടോ. അവിടെ കെ ഇൻറ്റു റൂട്ട് 500/6 പ്ലസ് 100. നടുക്ക് എസ് വന്നു. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളാണ് ആക്ച്വലി എന്ത്, ഇയാളാണ് 80 എന്ന് പറയുന്നത്, ഇയാളാണ് 100 എന്ന് പറയുന്നത്. ഓക്കെ, ഇയാളാണ് 80, ഇയാളാണ് 100. സോ 80 തൊട്ട് 100 വരെ അല്ലെ, 80 തൊട്ട് 120. ഓക്കെ, 80 തൊട്ട് 120 വരെ. ചോദ്യം നോക്കുക. ഗെറ്റിംഗ് 80 to 120 ആണ്, 80 to 120. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഗെറ്റിംഗ് 80 to 120 ആണ്. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ 80 കൊടുക്കാം. മൈനസ് കെ ഇൻറ്റു റൂട്ട് 500/6 പ്ലസ് 100 എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത് വരിക, 80 വരിക. അവിടുന്ന് കെയുടെ വില കിട്ടും. അല്ലെങ്കിൽ ഒന്നില്ല ഇത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ചെയ്യാം, ഏത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അവിടുന്ന് കെയുടെ വില കിട്ടും. കെയുടെ വില 1 - 1/k² കണ്ടുപിടിച്ച ഫൈനൽ ഉത്തരവാകും. ഓക്കെ, ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുക്കാം. ഓക്കെ, റൈറ്റ് സൈഡ് ആയിക്കോട്ടെ. ഇവിടെ അപ്പോൾ പോസിറ്റീവ് അല്ലേ, രണ്ട് രീതിയിലും ഉത്തരം കിട്ടും കേട്ടോ. കെ ഇൻറ്റു റൂട്ട് 500/6 പ്ലസ് 100 ആണ് എന്ത് വരിക, 120 വരിക അല്ലെ, 120. അപ്പൊ അവിടുന്ന് കെ ഇൻറ്റു റൂട്ട് 500/6 എന്ത് വരും, 120 മൈനസ് 100 20 വരും അല്ലെ. 120 മൈനസ് 100, 120 മൈനസ് 100 20 വരും. അപ്പൊ അവിടുന്ന് കെയുടെ വില എന്തോ കിട്ടിയേ, 20 ഇൻറ്റു റൂട്ട് ഓഫ് a/b അപ്പുറം പോകുമ്പോൾ റൂട്ട് ഓഫ് b/a ആവും, റൂട്ട് ഓഫ് 6/500. സോ കെ എന്ന് പറയുന്നത് എന്താണ്, 20 ഇൻറ്റു റൂട്ട് 6/500. 1 - 1/k² കണ്ടുപിടിച്ചാൽ ഉത്തരമായി. റിക്വയർഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ്. ഓക്കെ, കെ എന്ന് പറയുന്നത് 20 ഇൻറ്റു റൂട്ട് ഓഫ് 6/500. ശ്രദ്ധിച്ചിരിക്കണേ. കെ എന്ന് പറയുന്നത് 20 ഇൻറ്റു റൂട്ട് ഓഫ് 6/500 ആണ്. 1 - 1/k² കണ്ടുപിടിക്കുമ്പോൾ 1 - 1 ഇതിനെ സ്ക്വയർ ചെയ്യണം. 200നെ സ്ക്വയർ ചെയ്താൽ ശ്രദ്ധിച്ചിരിക്കുക 1/200നെ സ്ക്വയർ ചെയ്താൽ 400 ഇൻറ്റു റൂട്ടിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 6/500. 0 വെട്ടിക്കളയാം. 1 - 1 എന്ത് വരും, 6×4 24/5. സോ 1 - 5 നേരെ മോളിൽ പോവും, 5/24. സോ ക്രോസ് ചെയ്താൽ 24 - 5/24 19/24 വരും ആൻസർ. 19/24. 24 5 പോയ 19/24. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി 19/24 ആണ് ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ സാമ്പിളിംഗ് എറർ അസോസിയേറ്റഡ് വിത്ത് എ സെൻസസ് സ്റ്റഡി. നമുക്കറിയാം സെൻസസ് സ്റ്റഡിക്കകത്ത് സാമ്പിളിംഗ് എറർ എന്തായിരിക്കും, 0 ആയിരിക്കും. ശരിയല്ലേ? സെൻസസ് സ്റ്റഡിക്കകത്ത് എന്ത് വരുന്നില്ല, സാമ്പിളിംഗ് എറർ വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് നോക്കൂ. സാമ്പിളിംഗ് എറേഴ്സ് ആർ യൂഷ്വലി പ്രസന്റ് ഓൺലി ഇൻ സിമ്പിൾ സർവേസ്. സിമ്പിൾ സർവേസിനകത്ത് മാത്രമേ എന്ത് വരുള്ളൂ, സാമ്പിളിംഗ് എറർ വരുള്ളൂ. ദേ ആർ ആബ്സെന്റ് ഇൻ എ സെൻസസ് സർവേ. സെൻസസ് സർവേക്കകത്ത് എന്ത് ആബ്സെന്റ് ആയിരിക്കും, സാമ്പിളിംഗ് എറർ ആബ്സെന്റ് ആയിരിക്കും. ശരിയല്ലേ? ബിക്കോസ് ദ സെൻസസ് ഇൻക്ലൂഡ്സ് ഈച്ച് യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. കാരണം സെൻസസ് പോപ്പുലേഷന്റെ ഓരോ യൂണിറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which type of the experimental design does not use the principle of local control in measuring variation among the experimental units? എന്താണ്? CRD ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. CRDയുടെ ഒരു ബേസിക് ഡെഫിനിഷൻ നോക്കോളൂ. എ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ. CRD എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ഈസ് വൺ വെയർ ദി treatments are assigned completely at random so that each experimental unit has same chance of receiving any one treatment for the
CRD, any difference among the experimental units receiving the same treatment is considered as experimental error. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ ബേസിക് ഡെഫിനിഷൻ പഠിക്കുന്നത് വഴി മുമ്പേ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഡെഫിനിഷൻ ചോദിച്ചു. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഡെഫിനിഷൻസ് പഠിക്കുന്നത് വഴി ധാരാളം ക്വസ്റ്റ്യൻസ് നേരെ കിട്ടും. പിന്നെ അവിടെ ലാഭിക്കുന്ന സമയം, ഇപ്പം നമുക്ക് മുമ്പേ ഒരു 1 - 1/k², ആ ഒരു ഇനിക്വാളിറ്റി സോൾവ് ചെയ്ത് അത് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. നോർമലി അത് സ്പീഡുള്ളവർക്ക് ആണെങ്കിൽ പോലും ഒരു 2 മിനിറ്റ് മേ ബി എടുക്കുമായിരിക്കാം, അത് അത്രയും മനസ്സിലാക്കി ചെയ്തു വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ എല്ലാം ലാഭിക്കുന്ന സമയം അവിടെ ഉപയോഗിക്കുക. ഓക്കെ, ഇവയൊക്കെ 1 സെക്കൻഡ് മതി ആൻസർ ചെയ്യാൻ, തിയറി അറിയാവുന്ന ഒരാൾക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The number of treatments in a 2^2 factorial experiment. എന്താണ്? 2 × 2 ആയിരിക്കും നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് 4. ഓപ്ഷൻ ബി 4 ആണ് ആൻസർ വരിക. ഓക്കെ, ഇതൊക്കെ 1 സെക്കൻഡ് മതി ആൻസർ ചെയ്യാൻ, എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കിയോളൂ. If a sample is taken at random from the population, it is likely to possess almost the same characteristics as that of the population. The principle is called law of statistical regularity. Okay, law of statistical regularity യുടെ ബേസിക് ഡെഫിനിഷൻ തന്നെയാണ് ചോദ്യം. എന്താണ് law of statistical regularity? This law forms the basis of the theory of probability in statistics. ഏറ്റവും അടിസ്ഥാനപരമായ സാധനമാണ്. According to this theory, if you take a large random sample from a population, then it is a fairly representative of the population എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് തന്നെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ആ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഈ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Let x1, x2, x3 is a random sample of size 3. സൈസ് 3 ആയിട്ടുള്ള റാൻഡം സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? x1, x2, x3 എന്ന് പറയുന്നത് ടേക്കൺ ഫ്രം n ഓഫ് mu സിഗ്മ സ്ക്വയർ. mu എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? നോർമൽ വേരിയേഷൻ ഓഫ് mu എന്ന് പറയുന്നത് മീൻ ആണ്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ലെറ്റ് t1 എന്ന് പറയുന്നത് എന്താണ്? x1 plus x2 plus x3 divided by 3 ആണ്. t2 എന്ന് പറയുന്നത് എന്താണ്? x1 plus 2x2 plus 3x3 divided by 6 ആണ്. അങ്ങനെയാണെങ്കിൽ the estimators used to estimate mu, which estimator is more efficient? ഇത് രണ്ടും എസ്റ്റിമേറ്റേഴ്സ് ആണ്. ഇതിനകത്ത് ഏത് എസ്റ്റിമേറ്ററിനാണ് എഫിഷ്യൻസി കൂടുതൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. യെസ്, എപ്പോഴാണ് എഫിഷ്യൻസി കൂടുക? വേരിയൻസ് കുറവുള്ള എസ്റ്റിമേറ്ററിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ ഉണ്ടാവുക. ശരിയല്ലേ? വേരിയൻസ് കുറവാണെങ്കിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. എസ്റ്റിമേറ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി, സഫിഷ്യൻസി, ഇതൊക്കെയാണ് മസ്റ്റ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴാണ് എഫിഷ്യൻസി കൂടുതൽ എന്ന് ചോദിച്ചാൽ വേരിയൻസ് കുറയുമ്പോഴാണ് അല്ലേ? എഫിഷ്യൻസി കൂടുന്നത് എപ്പോഴാണ്? എഫിഷ്യൻസി കൂടുന്നത് എപ്പോഴാണ്? വേരിയൻസ് കുറയുമ്പോൾ അല്ലേ? വേരിയൻസ് കുറയുമ്പോൾ. അപ്പൊ ഈ രണ്ട് എസ്റ്റിമേറ്റേഴ്സിനകത്ത് ഏത് എസ്റ്റിമേറ്ററിനാണ് വേരിയൻസ് കുറവെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡയറക്ട്ലി വേരിയൻസ് എടുക്കാം. ഇത് അതിനു മുമ്പേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. x1/3 പ്ലസ് x2/3 പ്ലസ് x3/3. വേരിയൻസ് ഓഫ് t1 is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് ax എന്ന് പറയുന്നത് എന്താണ്? a² ഇൻറ്റു വേരിയൻസ് ഓഫ് x ആണ്. സോ ഇവിടെ എന്ത് വരും? 1/3 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x1നെ നമുക്ക് സിഗ്മ സ്ക്വയർ എന്ന് വിളിക്കാം. അവിടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സിഗ്മ സ്ക്വയർ തന്നെ ഉപയോഗിക്കുകയാണ്. സിഗ്മ സ്ക്വയർ 1/3 സ്ക്വയർ ഇൻറ്റു എഗെയിൻ 1/3 സ്ക്വയർ ഇൻറ്റു x2ൻ്റെ വേരിയൻസും സിഗ്മ സ്ക്വയർ, എഗെയിൻ 1/3 സ്ക്വയർ ഇൻറ്റു x3യുടെ വേരിയൻസും സിഗ്മ സ്ക്വയർ. അപ്പോൾ മൂന്നിടത്തു നിന്നും 1/3 സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ
1/3 സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ, 1/3 സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ 3 പ്രാവശ്യം കൂട്ടിയാൽ 3 സിഗ്മ സ്ക്വയർ അല്ലേ. 3 സിഗ്മ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ ഈസ് 9 ഇൻറ്റു 3 സിഗ്മ സ്ക്വയർ. 3യും 9ഉം വെട്ടിയാൽ 3. ആൻസർ എന്ത് വരും? സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരിക. സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ 3 ആണ്. അതേപോലെ വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ചിരിക്കണേ, വേരിയൻസ് ഓഫ് T2 ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി എഴുതിയിട്ട് വേണം ചെയ്യാൻ. 1/6 x1 പ്ലസ് 2/6 x2 പ്ലസ് 3/6 x3. ഓക്കെ, ഈ 2ഉം 6ഉം 3ഉം 6ഉം ഒന്നും കട്ട് ചെയ്യേണ്ട. നമുക്കൊരു കോമൺ ഡിനോമിനേറ്റർ 36 എല്ലാം സ്ക്വയർ ചെയ്യുമ്പോൾ വരും. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് നശിപ്പിക്കരുത്. അപ്പോൾ അനലൈസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. വേരിയൻസ് ഓഫ് T2 എന്ന് പറയുന്നത് എന്ത് വരും? 1/6ന്റെ സ്ക്വയർ, അതായത് 1/36 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് 2/6ന്റെ സ്ക്വയർ 4/36 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് 3/6ന്റെ സ്ക്വയർ 9/36 ഇൻറ്റു എന്ത് വരും? വേരിയൻസ് ഓഫ് x3 സിഗ്മ സ്ക്വയർ. ഓക്കെ, സിഗ്മ സ്ക്വയർ എല്ലായിടത്തും ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റേഴ്സ് കൂട്ടുക. 9 1 10 4 14 ഡിവൈഡഡ് ബൈ 36. അപ്പോൾ 14 സിഗ്മ സ്ക്വയർ ബൈ 36 വരും. ശരിയല്ലേ? അതായത് 7 സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 18. 7 സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 18. സിഗ്മ സ്ക്വയർ ബൈ 3 ആണോ ചെറുത്, 7 സിഗ്മ സ്ക്വയർ ബൈ 18 ആണോ ചെറുത് എന്നുള്ളത് നോക്കി നോക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചെറുത് വരുന്നത് സിഗ്മ സ്ക്വയർ ബൈ 3 തന്നെ ആയിരിക്കും. ഓക്കെ, സിഗ്മ സ്ക്വയർ ബൈ 3 തന്നെ ആയിരിക്കും ചെറുത്. 2 ഫ്രാക്ഷൻ കിട്ടി അതിനകത്ത് ചെറുത് കണ്ടുപിടിച്ച് നോക്കാൻ അറിയാമല്ലോ. മുകളിൽ ചുമ്മാ 10 ആക്കുക. 10/3 എടുക്കുന്നത് എന്താണ്? 3 പോയിന്റ് സംതിങ് വരും. 3.33 ആണ് വരിക. 70/18 എടുക്കുമ്പോൾ 3.38 വരും. അപ്പോൾ കൂട്ടത്തിൽ വലുതെന്ന് പറയുന്നത് ഈ 7 സിഗ്മ സ്ക്വയർ ബൈ 18 ആണ്. ചെറുത് സിഗ്മ സ്ക്വയർ ബൈ 3 ആണ്. ചെറുത് സിഗ്മ സ്ക്വയർ ബൈ 3 ആയതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം എഫിഷ്യൻസി കൂടുതൽ, വേരിയൻസ് കുറഞ്ഞ സിഗ്മ സ്ക്വയർ ബൈ 3ക്കാണ് എഫിഷ്യൻസി കൂടുതൽ. അപ്പോൾ നമുക്ക് T1 എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിനാണ് കൂടുതൽ എഫിഷ്യൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ എ T1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കാം. What is the variance of the sufficient estimator for estimating the parameter lambda of Poisson population on the basis of sample space n? Sample size n is ഓപ്ഷൻ സി ലാംഡ ബൈ n ആണ്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ ഉൾപ്പെടെ നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളതാണ്. അല്ല, നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഡെറിവേഷൻ പഠിക്കണം എന്നില്ല. പക്ഷെ ഡെറിവേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് പല ചോദ്യങ്ങളിലും പ്രയോജനപ്പെടും. പക്ഷെ ഒരല്പം ലെങ്തി ഡെറിവേഷൻ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. ഇത് 100% പഠിച്ചു വെക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. ഒരിക്കലും എക്സാമിന്റെ സമയത്തൊന്നും ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സമയമാണല്ലോ പ്രധാനം. സോ ലാംഡ ബൈ n ആണ് ഉത്തരം വരിക. ഇത് വെച്ചുകൊണ്ടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾ ന്യൂമറിക്കൽസും ഉണ്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട സാധനം ആയതുകൊണ്ട് നേരിട്ട് തന്നെ ചോദിച്ചേക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. A basket of 15 oranges has an average weight of 200 grams. ഓക്കെ, നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള PSCയിലെ ഒരു ചോദ്യം. ബാസ്കറ്റ് ഓഫ് 15 ഓറഞ്ചസ് ആസ് ആൻ ആവറേജ്, ശരാശരിയുമായി ബന്ധപ്പെട്ട ആവറേജസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 15 ഓറഞ്ചുകളുള്ള ബാസ്കറ്റ്, അതിന്റെ ആവറേജ് ഭാരം, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ എത്ര ആയിരിക്കും? 15 × 200 എന്താണ്? 3000 ആണ് ടോട്ടൽ വരിക അല്ലെ. സമ്മ്, മുഴുവൻ ഭാരങ്ങളുടെ തുക, സമ്മ് അഥവാ ടോട്ടൽ എന്ന് പറയുന്നത് 3000 ആണ്. ഇഫ് ആൻ ഓറഞ്ച് വെയിങ് 250 gram is taken out of the basket and substituted by another weighing 235 gram. അപ്പോൾ മൊത്തം എത്ര ഗ്രാമിന്റെ വ്യത്യാസം? 15 ഗ്രാമിന്റെ വ്യത്യാസം വന്നു. ഓക്കെ, അപ്പൊ ഇനി 15 ഗ്രാം ഈ ടോട്ടലിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും പുതിയ ടോട്ടൽ. പുതിയ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ പുതിയ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇതിൽ നിന്നും 15 കുറച്ചാൽ, 15 കുറച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 5 2 9 8 5 2985 ആണ് ആൻസർ വരിക. ഓക്കെ, 2985. പുതിയ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി?
15 കൊണ്ട് ഹരിച്ചാൽ മതി. ഡിവൈഡഡ് ബൈ 15. സോ ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ ആൻസർ 199 കിട്ടും. ഓപ്ഷൻ എ ആണ്, 199 ഗ്രാംസ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A test that is used for testing the equality of means of several normal populations having unknown but common variance sigma square. അനോവയാണ് യൂസ് ചെയ്യുക. അനോവ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നുക, കൈ സ്ക്വയർ അല്ല ഒറ്റ നോട്ടത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ടി ആണോ എന്നൊരു കൺഫ്യൂഷൻ ചിലർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ് ആൻസർ വരിക. കാരണം എന്താണ്, നോട്ട് കോമൺ വേരിയൻസ് സിഗ്മ സ്ക്വയർ വരുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസിലാണ്. ശ്രദ്ധിച്ചിരിക്കുക. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ദാറ്റ് സെപ്പറേറ്റ്സ് ഒബ്സർവ്ഡ് വേരിയൻസ് ഡാറ്റ ഇൻടു ഡിഫറെന്റ് കമ്പോണൻസ് ടു യൂസ് ഫോർ അഡീഷണൽ ടെസ്റ്റ്. A one-way ANOVA is used for 3 or more groups of data to gain information about the relationship between the development and independent variables. Okay. എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഐഡിയയും തിയററ്റിക്കൽ കൺസെപ്റ്റും ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അത് വെച്ചുകൊണ്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രോബബിലിറ്റി ഓഫ് റിജക്ഷൻ ഓർ റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഇറ്റ് ഈസ് കോൾഡ് സിഗ്നിഫിക്കൻസ് ലെവൽ, അല്ലെ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. The probability of rejecting a null hypothesis when it is true. Null hypothesis true ആണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അല്ലെ, സിഗ്നിഫിക്കൻസ് ലെവൽ. The probability of committing a type 1 error or rejecting the null hypothesis when it is actually true. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. മറ്റൊരു രീതിയിലും ചോദിക്കാം, പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ എന്നുള്ള രീതിയിലും ചോദിക്കാം. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വാക്കുകളാണ് rejecting the null hypothesis when it is actually true. ഇതാണ് ഇപ്പോൾ നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. ഈസ് കോൾഡ് ആൽഫ. അതിനെ വിളിക്കുന്ന പേര് ആൽഫ എന്ന പേരിലും, ആൽഫ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അതിലേക്ക് പോകാം. കാരണം ഇത് എല്ലായിടത്തും അക്സെപ്റ്റഡ് ആയിട്ടുള്ള നൊട്ടേഷൻ തന്നെയാണ്. ദ അതർ നെയിം ഓഫ് ദിസ് ഈസ് ദ ലെവൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്, അല്ലെ, ലെവൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അതിനെ ചുരുക്കി നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വിളിക്കാം. സിഗ്നിഫിക്കൻസ് ലെവൽ, അല്ലെ, സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വിളിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് ദ ടു റിഗ്രഷൻ ഇക്വേഷൻസ്, രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. സ്ഥിരം ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളിലൊന്ന്, മിക്കവാറുമുള്ള എക്സാംസിന്, ഈ ഒരു സിലബസ് വരുന്ന എക്സാംസിനെല്ലാം തന്നെ ആവർത്തിക്കുന്ന ചോദ്യം, ഫിഷറീസിന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണിത്. If the two regression equations are 3x plus 2y minus 80, 3x plus 2y minus 80 equal to 0 and 2x plus 3y minus 70 equal to 0, the value of the correlation coefficient. Okay. ആദ്യമേ എന്ത് ചെയ്യുക, റിഗ്രഷൻ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക. ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിക്കണം. ബി എക്സ് വൈ കണ്ടുപിടിക്കണം, ബി വൈ എക്സ് കണ്ടുപിടിക്കണം. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ ആർ. ദിസ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ്. അപ്പം ബി എക്സ് വൈ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സിനെ ഇവിടെ നിർത്തി ബാക്കിയെല്ലാം അപ്പുറം കൊണ്ടുപോവുക. 3x ഈക്വൽ ടു മൈനസ് 2y പ്ലസ് 80 വരും. അവിടുന്ന് എക്സ് ഈക്വൽ ടു മൈനസ് 2/3y പ്ലസ് 80 ഡിവൈഡഡ് ബൈ 3. ശ്രദ്ധിച്ചിരിക്കണേ, 80 ഡിവൈഡഡ് ബൈ 3. സോ വൈയുടെ കൂടെ നിൽക്കുന്ന ആള് എന്താണ്, മൈനസ് 2/3 ആണ്, അല്ലെ. വൈയുടെ കൂടെ നിൽക്കുന്ന ആൾ എന്താണ്, മൈനസ് 2/3 ആണ്. ഓക്കെ, വൈയുടെ കൂടെ നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേര് ബി എക്സ് വൈ. എക്സിൽ നിന്ന് വൈയിലോട്ട്. ഓക്കെ, ബി എക്സ് വൈ എന്ന് പറയുന്നത് മൈനസ് 2/3. അടുത്ത ബി വൈ എക്സ് കണ്ടുപിടിക്കണം. ബി വൈ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം അപ്പുറം കൊണ്ടുപോവാ. 3y is equal to minus 2x plus 70. ഇവിടുന്ന് y is equal to minus 2/3x plus 70 divided by 3. സോ അടുത്ത ബി വൈ എക്സ് എന്ത് വരും, ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സിന്റെ കൂടെ നിൽക്കുന്ന ആള് മൈനസ് 2/3.
ഓക്കെ, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി എക്സ് വൈ എന്ന് പറയുന്നത് -2/3, ബി വൈ എക്സ് എന്ന് തന്നെയാണ് -2/3, മൈനസ് മൈനസും പ്ലസ് ആയി, പ്ലസ് ഓർ മൈനസ് റൂട്ട് 4/9 പ്ലസ് ഓർ മൈനസ് 4ന്റെ റൂട്ട് 2, 9ന്റെ റൂട്ട് 3 പ്ലസ് ഓർ മൈനസ് 2/3 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ഉത്തരം പ്ലസ് ആണോ മൈനസ് ആണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ +2/3 ആയിരിക്കാം, അല്ലെങ്കിൽ -2/3 ആയിരിക്കാം. യെസ്, റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ സൈൻ ബി എക്സ് വൈയുടെയും ബി വൈ എക്സിന്റെയും സൈൻ തന്നെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ സൈൻ വരിക. ബി എക്സ് വൈയും ബി വൈ എക്സും പോസിറ്റീവ് ആണെങ്കിൽ ആറും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബി എക്സ് വൈയും ബി വൈ എക്സും നെഗറ്റീവ് ആണെങ്കിൽ ആറും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ ബി എക്സ് വൈ നെഗറ്റീവ് ആണ്, ബി വൈ എക്സും നെഗറ്റീവ് ആണ്, രണ്ടുപേരും നെഗറ്റീവ് ആയതുകൊണ്ട് ആറും നെഗറ്റീവ് ആയിരിക്കും. -2/3 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ അല്ലെ? ഓപ്ഷൻ എ -2/3 ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The regression lines of y on x and x on y are ax plus b and y is equal to ax plus b and x equal to cy plus d. Then the ratio of the standard deviations of x and y എന്തായിരിക്കും? റൂട്ട് ഓഫ് സി ബൈ എ ആയിരിക്കും. റൂട്ട് ഓഫ് സി ബൈ എ ആയിരിക്കും റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടുന്ന സംഭവമാണ്. ഇതൊക്കെ ബേസിക്കലി പഠിച്ചു വെക്കേണ്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ആൻ എക്സ്പോണൻഷ്യൽ ട്രെൻഡ് ഇക്വേഷൻ, ഓക്കെ, ഇത് എക്സ്പോണൻഷ്യൽ ട്രെൻഡ് ഇക്വേഷൻ ആണ്. y is equal to a b raised to x എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോം ഓഫ് എസ്. തീർച്ചയായിട്ടും എ ബി റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എ പിയിലായിരിക്കും പോകുന്നുണ്ടാവുക, വൈ എന്ന് പറയുന്നത് ജി പിയിലായിരിക്കും അല്ലെ? ജി പി എ പി. സോ എക്സ് ആൻഡ് വൈ എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി എ പി ജി പി ആണ് ആൻസർ വരിക. എ പി ജി പി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഏത് ടൈപ്പാണ്? ലീനിയർ ആണോ? സപ്പറബിൾ പറയുന്നുണ്ട്, സപ്പറബിളും ലീനിയറും. ഓക്കെ, ഇത് രണ്ടും വെരിഫൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ നോക്കാം. ലീനിയർ ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, ശരിയല്ലേ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഇസ് കോൾഡ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇ റൈസ് ടു എക്സ് കൊണ്ട് മൊത്തത്തിൽ കട്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇ റൈസ് ടു എക്സ് കൊണ്ട് ത്രൂ ഔട്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3 ബൈ ഇ റൈസ് ടു എക്സ് വൈ ഇസ് ഈക്വൽ ടു എസ്. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു സ്റ്റെപ്പ് ചെയ്യാം. നമുക്ക് വൈയെ ഒറ്റയ്ക്കാക്കണമല്ലോ. അതിനുവേണ്ടി ആദ്യമേ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഈ എക്സ് സ്ക്വയർ വൈയും കൂടി ഇപ്പുറം എടുക്കുക. 3y മൈനസ് എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0 എന്നാക്കുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 3 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂ 0 ആണെന്നേ ഉള്ളൂ. ടി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇവിടെ നമുക്ക് ത്രൂ ഔട്ട് ഇ റൈസ് ടു എക്സ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3 മൈനസ് എക്സ് സ്ക്വയർ ബൈ ഇ റൈസ് ടു എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ രൂപത്തിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലീനിയർ ആണെന്ന് പറയാം. അവിടെ ലീനിയർ ആണെങ്കിൽ ഏറ്റവും ലീനിയർ അല്ലാതാവുന്നത് മേ ബി ഇവിടെ ഒരു വൈ സ്ക്വയർ ആണെങ്കിൽ, ഇവിടെ ഒരു വൈ സ്ക്വയർ ആണെങ്കിൽ അത് ലീനിയർ ആവില്ല. ഓക്കെ, കാരണം വെറും വൈ മാത്രമേ വരാൻ പാടുള്ളൂ. ഒരേ ഒരു വൈ അത് സാധാരണ വൈ ആയിരിക്കണം. ഒരേ ഒരു വൈ അത് സാധാരണ വൈ ആയിരിക്കണം. വൈ സ്ക്വയറോ വൈ ക്യൂബോ ഒന്നും വരാൻ പാടില്ല. പിന്നെ ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ ആയിരിക്കണം. ഓക്കെ, ഓർഡർ 1 ആയിരിക്കണം. ഡി വൈ ബൈ ഡി എക്സിന് സ്ക്വയറോ അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ ഒന്നും വരാൻ പാടില്ല. ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ അതുകൊണ്ട് ലീനിയർ ആണെന്ന് പറയാം.
ഇനി സെപ്പറബിളും കൂടെ ചെക്ക് ചെയ്യാം. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇൻറ്റു ഡി വൈ രൂപത്തിലാക്കാൻ പറ്റുമോണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, ഇതിനെയാണ് വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് എന്ന് വിളിക്കുക. പ്രധാനമായും 3 ഫോർമാറ്റ് ആണ്. വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ്, OLDE ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ ഹോമോജീനിയസിനെ ഇവിടെ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ലീനിയർ ആണെന്ന് തെളിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. അതായത് എക്സ് അല്ല ഒരു സൈഡിലും വൈ അല്ല ഒരു സൈഡിലും ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതിനുവേണ്ടി 3y ആദ്യം അപ്പുറം കൊടുത്ത് നോക്കാം. e റൈസ് ടു എക്സ് ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ മൈനസ് 3y. y പുറത്തെടുത്താൽ y ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 വരും. ഇതാണ് e റൈസ് ടു എക്സ് ഇൻറ്റു dy ബൈ ഡി എക്സ്. ഓക്കെ, സോ എന്ത് ചെയ്യാം? e റൈസ് ടു എക്സ് അപ്പുറം എടുക്കാം, y താഴെ എടുക്കാം, ഡി എക്സ് അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെപ്പറബിൾ ആണ് അല്ലേ? dy ബൈ y ഇസ് ഈക്വൽ ടു ബൈ ഡി എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ഡി എക്സ് ആവും. എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഇ റൈസ് ടു എക്സ് മൾട്ടിപ്ലൈഡ് ആണ്, ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ. ഓക്കെ, ബൈ ഇ റൈസ് ടു എക്സ്. അപ്പം എക്സ് അല്ല ഒരു സൈഡിലും വൈ അല്ല ഒരു സൈഡിലും ഡി വൈയും ഡി എക്സും കറസ്പോണ്ടിംഗ്ലി ന്യൂമറേറ്റേഴ്സിലും ആക്കി അറേഞ്ച് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഒരു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്, ദിസ് ഈസ് എ ടോട്ടൽ ഫംഗ്ഷൻ ഇൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എ ടോട്ടൽ ഫംഗ്ഷൻ ഇൻ വൈ ഇൻറ്റു ഡി വൈ. ആ രൂപത്തിലാക്കാൻ പറ്റിയത് കൊണ്ട് 100% ഉറപ്പിച്ച് പറയാം ഇതെന്താണ്? വേരിയബിൾ സെപ്പറബിൾ ആണ്. ഓക്കെ, അപ്പൊ സെപ്പറബിളും ആണ് ലീനിയറുമാണ്. ഓപ്ഷൻ സി, സെപ്പറബിൾ ആൻഡ് ലീനിയർ എന്നതാണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? താഴെ പറയുന്നതിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ആവശ്യപ്പെടുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഏത് രൂപത്തിൽ നിൽക്കുന്നു? dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ രൂപത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ എന്ത് കണ്ടുപിടിക്കാം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം അല്ലെ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യമേ തന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിച്ചോളൂ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്ന് പറയുന്നത് എക്സ് ബൈ 1 പ്ലസ് എക്സ് ആണ്. പി എന്ന് പറയുന്നത് ഡി എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം, 1 പ്ലസ് എക്സ് മൈനസ് 1 എന്ന് എഴുതണം, ബൈ 1 പ്ലസ് എക്സ് ഡി എക്സ്. ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിടുക. ഓക്കെ, ഇവിടെ ഈ പ്ലസ് 1ഉം മൈനസ് 1ഉം വെട്ടിക്കഴിഞ്ഞാൽ പഴയ എക്സിനെ തന്നെ തിരിച്ചു കിട്ടും. ശരിയല്ലയോ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇതിനെ ഒറ്റ ആളാക്കാം. 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് 1 ആവും, മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ഡി എക്സ്. ഇതിനെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. ഇ റൈസ് ടു 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് മൈനസ് 1 ബൈ 1 പ്ലസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആണ് അല്ലെ? ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ എന്താണ്? ലോഗ് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ഇവിടെ 1 പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ്, 1ന്റെ ഡെറിവേറ്റീവ് 0, എക്സിന്റെ ഡെറിവേറ്റീവ് 1, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ആൻസർ എന്താണ്? ലോഗ് ഡിനോമിനേറ്റർ. ലോഗ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ്. സോ എ റൈസ് ടു എം മൈനസ് എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, ഇ റൈസ് ടു ലോഗ് 1 പ്ലസ് എക്സ്. സോ ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ്പോണൻഷ്യൽ ലോഗരിതവും ഇയും ലോഗ് ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ആയി പോകും. ബാക്കി 1 പ്ലസ് എക്സ്. ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് ആണ് സൊല്യൂഷൻ വരിക. സോ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇന്റഗ്രൽ ഓഫ് ക്യൂ, ക്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ഡി എക്സ്. 1 പ്ലസ് എക്സും 1 പ്ലസ് എക്സും വെട്ടാം. എന്തുവരും? y ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു താഴെ ഒരു 1 പ്ലസ് എക്സ് ഉണ്ട്,
യെസ്, അത് നമുക്ക് അപ്പുറം കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കട്ടെ തൽക്കാലം. 1 + x ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, സോ ദിസ് ഈസ് ഈക്വൽ ടു e⁻x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e⁻x തന്നെ. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ നമ്മൾ c ആഡ് ചെയ്യണം. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? ഓപ്ഷനിലേക്കൊക്കെ വരുന്നുണ്ടോ നോക്കൂ. y e⁻x, യെസ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു നാക്കണം അല്ലേ, y ഈക്വൽ ടു നാക്കണം. അതിന് വേണ്ടിയിട്ട് e⁻x കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യമേ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്യാം അല്ലെ. ഈ e⁻x ഇവിടുന്ന് ഒഴിവാക്കാം, e⁻x ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, e⁻x ഒഴിവാക്കാനായിട്ട് e⁻x കൊണ്ട് കട്ട് ചെയ്താൽ മതി. y/1 + x ഈക്വൽ ടു e⁻x കൊണ്ട് കട്ട് ചെയ്താൽ 1. ഇവിടെ താഴെ e⁻x വന്നപ്പോൾ അത് വെട്ടിപ്പോയി. c/e⁻x എന്ന് പറഞ്ഞാൽ c e⁻x വരും, ശരിയല്ലേ? c/e⁻x എന്ന് പറഞ്ഞാൽ c × 1/e⁻x ആണ്. 1/e⁻x e⁻x എന്നാക്കാം. ഇവിടുന്ന് y എന്ത് വരും? 1 + x ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. 1 + x ഇൻറ്റു എന്ത് വരും? 1 + x ഇൻറ്റു 1 + c e⁻x. 1 + x ഇൻറ്റു 1 + c e⁻x ആണ് ഫൈനൽ ആൻസർ വരിക. ഓപ്ഷൻസ് നോക്കൂ. 1 + x ഇൻറ്റു ഇതേണ്ട 1 + x ഇൻറ്റു 1 + c e⁻x. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ എ 1 + x ഇൻറ്റു 1 + c e⁻x ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം? ഓക്കെ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, അതുകൊണ്ട് ഹോമോജീനിയസ് ടൈപ്പ് ആണ്. തീർച്ചയായിട്ടും എന്ത് മാത്രം ചെയ്താൽ മതി? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. y ഇസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് dy/dx പകരം ഇവിടെ d/dt ആണ് അല്ലേ. d/dtക്ക് പകരം ക്യാപിറ്റൽ D കൊടുക്കുക. അപ്പോൾ 25d² + 10d + 1 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. d/dtക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? ക്യാപിറ്റൽ D കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഇനി ഇപ്പം എന്ത് രൂപത്തിലായി? f(d) ഇൻറ്റു y ഈക്വൽ ടു 0 എന്ന രൂപത്തിലായി. അങ്ങനെയാണെങ്കിൽ f(m) ഈക്വൽ ടു 0 വിളിക്കുന്ന പേരെന്താണ്? ഓക്സിലറി ഇക്വേഷൻ. f(m) ഈക്വൽ ടു 0 വിളിക്കുന്ന പേരാണ് ഓക്സിലറി ഇക്വേഷൻ. സോ ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക? ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? 25m² + 10m + 1 ഇസ് ഈക്വൽ ടു 0. 25m² + 10m + 1 ഈക്വൽ ടു 0. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത്. എന്ത് വരും? 25m² + 10m + 1 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 5m + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ശരിയല്ലേ? 5m + 1 ഹോൾ സ്ക്വയർ. ഇതിനെ ഒന്ന് a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തേ. a² + 2ab + b². a² എന്ന് പറയുമ്പോൾ എന്ത് വരും? a² എന്ന് പറഞ്ഞാൽ 5m-ന്റെ സ്ക്വയർ 25m² വരും. 2ab എന്ന് പറഞ്ഞാൽ 2 × 5m × 1 10m വരും. b² എന്ന് പറഞ്ഞാൽ 1² 1 തന്നെ ഈക്വൽ ടു 0. ഓക്കെ, സോ ഈക്വൽ റൂട്ടാണ് കിട്ടുന്നത് അല്ലേ. സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഈക്വൽ റൂട്ടാണ്. ഈക്വൽ റൂട്ട് ആണെങ്കിൽ നമ്മൾ 3 സാധ്യതകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് റൂട്ട് വരാം, ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് റൂട്ട് വരാം, ഈക്വൽ റൂട്ട് വരാം, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരാം. ഓക്കെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആണെങ്കിൽ c1 e⁻m1x + c2 e⁻m2x. കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ e⁻m1x × c1 cos m2x + c2 sin m2x. ഈക്വൽ റൂട്ട് ആണെങ്കിൽ c1 + c2x × e⁻m1x. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈക്വൽ റൂട്ട് എന്ന് പറയുന്ന കണ്ടീഷനാണ് വരിക. ഓക്കെ, അതായത് 5m + 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5m + 1 തന്നെ ഈക്വൽ ടു 0. അവിടുന്ന് m ഈക്വൽ ടു -1/5 വരും. അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. റിപ്പീറ്റഡ് റൂട്ട് വന്നു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു c1 + c2x ആണ്. dy/dx വരുമ്പോൾ ഇവിടെ dy/dt ആയതുകൊണ്ട് c1 + c2t വരും ഇൻറ്റു e⁻m1t. m1 എന്ന് പറയുന്നത് റൂട്ട് -1/5t. ഓക്കെ, സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ c1 e⁻t/5 + c2t × e⁻t/5 വരും ആൻസർ.
C1 e raised to minus t by 5 plus C2 into t into e raised to minus t by 5. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, which one of the following represents the solution of the differential equation dy by dx equal to x divided by 1 minus y. ഓക്കെ, dy by dx is equal to എന്താണ്? x divided by 1 minus y. ഇതിൻ്റെ സൊല്യൂഷൻ ഈ പറയുന്നതിൽ ഏതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമേ 1 മൈനസ് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 1 മൈനസ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു എക്സ് ഡി എക്സ്. വേരിയബിൾ സെപ്പറബിൾ ഫോർമറ്റ് ആണ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ വൈ, വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2, എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി ആഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യാം? താഴെ രണ്ടിടത്തും ബൈ 2 ഉണ്ട്, അത് ഒഴിവാക്കാൻ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2y മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2c എന്ന് വരും. ഓക്കെ, സോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അപ്പുറം പോയാൽ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2y അപ്പുറം വന്ന മൈനസ് 2y. 2c നമുക്ക് വേണമെങ്കിൽ k ആയിട്ട് വിളിക്കാം, ഈക്വൽ ടു 0. 2c is a constant, it's an another constant. ഞാൻ k എന്നുള്ള പേരിട്ട് വിളിച്ചു. ഇനി എന്ത് ചെയ്യുക? ഇത് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. സർക്കിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്, കാരണം ഓപ്ഷൻ എല്ലാം സർക്കിൾ ആണല്ലോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും, ഇത് സർക്കിൾ ആണോ? അതായത് സെന്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റഡ് ഫ്രം ഒറിജിൻ ആണെങ്കിൽ സർക്കിൾ ആണോ, പരാബോളയാണോ, എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണോ? ഈ 5 എണ്ണത്തിൽ ഏതാണെന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. ഇവിടെ ഓപ്ഷൻ എല്ലാം സർക്കിൾ ആയതുകൊണ്ട് 100% ഉറപ്പിക്കാം സർക്കിൾ ആണെന്നുള്ള കാര്യം. സർക്കിൾ ആണെന്ന് ഉറപ്പിക്കാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻ്റ് തുല്യമാണെങ്കിൽ അത് സർക്കിൾ ആയിരിക്കും. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1, വൈ സ്ക്വയറിൻ്റെ 1. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിളുമായിട്ട് താരതമ്യപ്പെടുത്താം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0 എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഇക്വേഷനുമായിട്ട് താരതമ്യപ്പെടുത്താം. ഓക്കെ, ഇവിടെ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് 2g. എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ 2g. മോളിൽ എക്സിൻ്റെ കൂടെ ആരും നിൽപ്പില്ല, അതവിടെ 0x ആണെന്നാണ് അർത്ഥം. 0x ആണെന്നാണ് അർത്ഥം. എക്സിൻ്റെ കൂടെ ആരും നിൽപ്പില്ല. ഓക്കെ, അപ്പോൾ അവിടെ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ 0 g ഈക്വൽ ടു 0/2. ഉത്തരം 0 കിട്ടും. ഓക്കെ, ജിയുടെ വില എന്താണ്? 0. ഇനി വൈയുടെ കൂടെ നിൽക്കുന്ന ആള് ഇവിടെ 2f ആണ്. 2f ഈക്വൽ ടു മോളി വൈയുടെ കൂടെ നിൽക്കുന്ന ആള് -2. അപ്പോൾ അവിടുന്ന് f ഈക്വൽ ടു -2/2 -1 വരും ആൻസർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0 ആണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് -g, -f-ഉം സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് √g² പ്ലസ് f² മൈനസ് c ആണ്. ഓക്കെ, അപ്പൊ ജിയും എഫും കണ്ടുപിടിച്ചു. നമുക്ക് സെന്റർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സെന്റർ മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൻസർ ആയി. സെന്റർ എന്ന് പറയുന്നത് എന്താണ്? -g, -f ആണ് സെന്റർ. -g എന്ന് പറയുന്നത് 0. 0ത്തിന് പ്ലസോ മൈനസോ ഒന്നുമില്ല, അതുകൊണ്ട് 0 തന്നെ. -f, f -1 ആണ്. -f എന്ന് പറഞ്ഞാൽ -1. 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. 0, 1 ആണ് സെന്റർ വരിക. 0, 1. ഓക്കെ, സോ ഫാമിലി ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 0, 1. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. The given differential equation represents the family of circles with center 0, 1. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which one of the following is the differential equation of the orthogonal trajectory to the family of curves y is equal to cx raised to n, where n is the fixed positive integer and c is an arbitrary constant എന്നാണ് ചോദ്യം. ഓക്കെ, സോ രണ്ട് ടൈപ്പ് കോൺസ്റ്റൻസ് ഉണ്ട്. ആർബിട്രറി കോൺസ്റ്റൻസും ഉണ്ട്, ഫിക്സഡ് കോൺസ്റ്റൻസും ഉണ്ട്. ഫിക്സഡ് കോൺസ്റ്റൻസിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. 100% ആർബിട്രറി കോൺസ്റ്റന്റിനെ മാത്രം ഒഴിവാക്കിയാൽ മതി.
തരുന്ന ഒരു ഇക്വേഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അതായിരിക്കും നമുക്ക് ഫോം ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സി ആണ് ആർബിട്രറി കോൺസ്റ്റന്റ്, ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഓർഡർ 1 ആണ്. നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഓപ്ഷനകത്തും ഓർഡർ 1 ആണ്. ഓക്കെ, ഇനി എനിവേ സമയം കഴിയാറായി, പെട്ടെന്നൊന്ന് കറക്കി കുത്തി ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ ഓർഡർ 2ഓ 3ഓ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് ഒഴിവാക്കാം. അതിനുവേണ്ടി ഞാനൊന്ന് ഇൻഫോം ചെയ്തു ഈ ഒരു സംഭവം എന്ന് മാത്രം. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എനിവേ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy ബൈ ഡി എക്സ് എന്ത് വരും? ഇവിടെ y ഡാഷ് ആണ് ഉപയോഗിക്കുന്നത്, എങ്കിൽ അങ്ങനെ തന്നെ പോവാം. y ഡാഷ് ഇസ് ഈക്വൽ ടു c ഇൻറ്റു എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഓക്കെ, നമുക്ക് സിക്ക് പകരം എന്ത് ഉപയോഗിക്കാം? ഫ്രം ദിസ് ഇക്വേഷൻ സി എന്ന് പറയുന്നത് y ബൈ എക്സ് റൈസ് ടു n ആണ്, ശരിയല്ലേ? സി ഒഴിവാക്കണം, അത് എളുപ്പവഴിയാണ്. സി എന്ന് പറയുന്ന y ബൈ എക്സ് റൈസ് ടു n നേരെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഡാഷ് ഈക്വൽ ടു y ബൈ എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഓക്കെ, സോ y n ഇൻറ്റു എക്സ് റൈസ് ടു എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ, എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഈ n മോളിൽ പോകുമ്പോൾ മൈനസ് n, പ്ലസ് n മൈനസ് n വെട്ടിപ്പോവും. y n എക്സ് ഇൻറ്റു വൈയും എന്നും അല്ലേ ഉള്ളൂ. യെസ്, ഇവിടെ എക്സ് ഇല്ല, വൈയും എന്നുവേ ഉള്ളൂ. ഓക്കെ, യെസ്, വൈ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ബൈ എക്സ് റൈസ് ടു എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ, എക്സ് റൈസ് ടു എൻ മൈനസ് 1 മൈനസ് എൻ വരും. പ്ലസ് എന്നും മൈനസ് എന്നും ക്യാൻസൽ ആയ എക്സിന്റെ പവറിൽ എന്ത് വരും? മൈനസ് 1 വരും. ഓക്കെ, സോ വൈ എൻ ബൈ എക്സ് വരും അല്ലേ. വൈ എൻ ഡിവൈഡഡ് ബൈ എക്സ്, എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്. സോ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ എൻ ബൈ എക്സ് വരും. എക്സ് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എക്സ് ഇൻറ്റു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ എൻ എന്ന് വരും അല്ലേ. സോ എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എൻ വൈ ഇസ് ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എൻ വൈ ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി, എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എൻ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ eigen values ഓഫ് ദ മെട്രിക്സ്. നമുക്കറിയാം, നേരിട്ട് വേണമെങ്കിൽ eigen വാല്യൂ കുറച്ച് സമയമെടുത്ത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് ഓപ്ഷന്റെ സഹായത്തോടു കൂടി മാത്രം പരീക്ഷയ്ക്ക് ചെയ്യുക. സാധാരണ ഇക്വേഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 1 1 പ്ലസ് മൈനർ 2 2 പ്ലസ് മൈനർ 3 3 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ട്രേസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. ഈ എലമെന്റ്സ് കൂട്ടുന്നതാണ് ട്രേസ് എന്ന് പറയുന്നത്. ഈ 1 1 2 2 3 3 പൊസിഷൻസിലുള്ള മൈനേഴ്സിന്റെ സമ്മാണ് m11 പ്ലസ് m22 പ്ലസ് m33. ഡിറ്റർമിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ, പക്ഷെ ഓപ്ഷൻസ് കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് തൽക്കാലം ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ശരിയല്ലോ? ഇതൊക്കെ പഠിച്ചു വെക്കണം. കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെയും കൂടെ പ്രാധാന്യം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നും പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യാർഹിതമാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സോ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിന്റ് എ ഇസ് ഈക്വൽ ടു 0. സോ തീർച്ചയായിട്ടും ഈസി ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സംഭവം എന്താണ്? ട്രേസ് എന്ന് പറയുന്നത് ഡയഗണൽസിന്റെ സമ്മാണ്. അത് തന്നെയായിരിക്കും eigen വാല്യൂസിന്റെ സമ്മം. വേറൊരു മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ eigen വാല്യൂസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദ eigen വാല്യൂസ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല ചെയ്യാനായിട്ട്. ഏറ്റവും എളുപ്പവഴി ഉപയോഗിക്കുന്ന ഏതാണ്? സം ഓഫ് ദ eigen വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് ആയിരിക്കും. ട്രേസ് സം ഓഫ് ദ eigen വാല്യൂസ് എന്ന് പറഞ്ഞാൽ eigen വാല്യൂസ് കൂട്ടുക 2 പ്ലസ് നമ്മുടെ ട്രേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുക 2 പ്ലസ് 3 പ്ലസ് 2 3 2 5 2 7 ആണ് എന്തെന്ന് പറയുന്നത്? ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 7 ആണ്. ഇതേ ഉത്തരം തന്നെയാണ് എന്ത് കൂട്ടുമ്പോഴും വരേണ്ടത്. ഇതേ ഉത്തരം തന്നെയാണ് നമ്മുടെ eigen വാല്യൂസ് കൂട്ടുമ്പോഴും വരേണ്ടത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതേ ഉത്തരം കാണിക്കുന്നുണ്ട് എങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ
പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സും കൂടെ ഉപയോഗിച്ച് നോക്കാം. അപ്പം അത് രണ്ടും ശരിയാവുന്ന ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് നോക്കാം നമുക്ക്. 5 2 7 1 8. അപ്പൊ ഇത് ഉത്തരം വരത്തില്ല. 0 0 0 കൂട്ടിയ 0 തന്നെ, ഇത് വരത്തില്ല. 5 2 7 3 10. അപ്പൊ ഇത് ഉത്തരം വരത്തില്ല. ഓക്കെ. 5 1 6 1 7. ഇത് തന്നെയാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി 5 1 1 ആണ് ആൻസർ വരിക. ഓക്കെ. യെസ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്ന ഉത്തരം 5 ആയിരിക്കും. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂസ് എത്ര? 5 × 1 × 1 5 ആണ്. 5 × 1 × 1 5 ആണ് പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഡിറ്റർമിന്റ് കണ്ടുപിടിക്കുമ്പോഴും ഇത് തന്നെയാണോ വരുന്നതെന്ന് നോക്കാം. 2 × 6 - 2 -2 × 2 - 1 + 1 × 2 - 3. ഓക്കെ. സോ 2 × 4 2 6 2 × 2 - 1 1 1 × 2 - 3 -1. സോ 24 8 -2 -1 8 - 3 5 വരും ആൻസർ. സെയിം ആൻസർ വന്നില്ലേ? ഇപ്പൊ ഡിറ്റർമിന്റ് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് സെയിം ആൻസർ കിട്ടി. ഐഗൺ വാല്യൂസ് പ്രോഡക്റ്റ് എടുത്തപ്പോഴും സെയിം ആൻസർ കിട്ടി. ഈ ഒരു ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. ബാക്കി 3 ഓപ്ഷൻസും തെറ്റുത്തരം കാണിക്കുന്നത് കൊണ്ട് ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ 7 കാണിക്കുന്നുണ്ടെങ്കിൽ അതിലേത് എന്നറിയാൻ വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ കൂടെ ഉപയോഗിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following is true for the function f of x equal to sin 2x by x for x not equal to 0 and 1 for x equal to 0? കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 0 അല്ലാത്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം sin 2x by 2 ആണ്. sin 2x by 2 sin 2x by 2 എന്ന് പറയുന്നത് sin 2x by x. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുക. sin 2x by x. sin 2x എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ശരിയല്ലേ? sin 2x എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. x എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. sin 2x കണ്ടിന്യൂസ് ആവുന്നത് എന്തുകൊണ്ടാണ്? ട്രിഗണോമെട്രി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് കൊണ്ടാണ്. ഇൻ ഇറ്റ്സ് ഡൊമൈൻ അല്ലേ? പിന്നെ x എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ. ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. f of x ഉം g of x ഉം കണ്ടിന്യൂസ് ആണെങ്കിൽ f by g of x, ദാറ്റ് ഈസ് f of x by g of x ഉം കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പൊ നോട്ട് ഈക്വൽ ടു 0 കണ്ടീഷനിൽ സംഭവം കണ്ടിന്യൂസ് ആണ്. ഈക്വൽ ടു 0യിൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0യിൽ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഈ ഒരു സംഭവം ശരിയാവും അറിയാൻ എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഈക്വൽ ടു 0, ഓൾ എന്താണ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് എക്സെപ്റ്റ് 0. അപ്പൊ ഇതാവാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. എക്സ് 0 ആവുന്ന കണ്ടീഷൻ നമുക്കൊന്ന് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് പറ്റില്ല. ടെൻസ് ടു കണ്ടീഷൻ ഈക്വൽ ടു കണ്ടീഷൻ. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 0 കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കേണ്ടി വരും 0യിലുള്ള സംഭവം അറിയാനായിട്ട്. ബാക്കിയുള്ള എല്ലാ കേസിലും എന്താണെന്ന് പറഞ്ഞു ഞാൻ? കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. 0യിൽ ഫംഗ്ഷൻ 2 സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് 0 ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ശ്രദ്ധിച്ചിരിക്കുക. യെസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ടെൻസ് ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടില്ല, നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ. sin 2x ഡിവൈഡഡ് ബൈ 2. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. sin 2x by x ആണ്. sin 2x by x. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. sin mx ഡിവൈഡഡ് ബൈ x ആണെങ്കിൽ ആൻസർ m ആയിരിക്കും. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. sin തീറ്റ ബൈ തീറ്റ ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. sin m തീറ്റ ബൈ തീറ്റ ആണെങ്കിൽ ഇവിടെ നമുക്കപ്പോൾ x ടെൻസ് ടു ഉപയോഗിക്കാം കേട്ടോ. x ടെൻസ് ടു 0. sin mx ബൈ x ആണെങ്കിൽ ആൻസർ m ആയിരിക്കും. ഓക്കെ. സോ sin 2x ബൈ x വന്നാൽ ആൻസർ 2 ആയിരിക്കും. ഇതെങ്ങനെയാണ് 2 വരുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മളിവിടെ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x ബൈ 2x വന്നാലേ എനിക്ക് ആൻസർ എന്ത് വരുള്ളൂ? ഓൾറെഡി എക്സ് ഉണ്ട്, ഒരു 2 കൂടെ വന്നാലേ ഇതിന്റെ ആൻസർ 1 ആയി പോകത്തുള്ളൂ. ചുമ്മാ ഒരു 2 കൊടുക്കാൻ പറ്റത്തില്ല. അത് ബാലൻസ് ചെയ്യാൻ ഞാനൊരു 2 കൊടുക്കണം.
ശരിയല്ലേ? ഇത് 1 ആയി. 1 × 2 എന്നുള്ളത് 2 വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 = 1 വരും. പൊട്ടത്തെറ്റാണ്. സോ എന്താണ് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ബാക്കിയുള്ള കേസസിൽ കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് എക്സെപ്റ്റ് 0 എന്നുള്ള ഓപ്ഷനാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ദ ഫംഗ്ഷൻ f of z is equal to y? ഓക്കെ, കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഓർത്ത് വെക്കേണ്ട സാധനം z എന്ന് പറയുന്നത് x പ്ലസ് ഐ വൈയും യു വി പ്ലെയിൻ എന്ന് പറയുന്നത് f of z u പ്ലസ് ഐ വിയുമാണ്. സോ f of z എന്ന് പറയുന്നതാണ് y നമുക്ക് തന്നേക്കുന്നത്. അതായത് u പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു വൈ. സോ y എന്ന് പറഞ്ഞാൽ 0 അല്ല, അങ്ങനെ എഴുതണമെന്നില്ല. y തന്നെയാണ് ഇവിടുത്തെ. സോ y പ്ലസ് 0 i എന്ന് എഴുതാം അല്ലേ? y പ്ലസ് 0 i എന്ന് എഴുതാം. കമ്പയർ ചെയ്താൽ റിയൽ പാർട്ട് കമ്പയർ ചെയ്താൽ u എന്ന് പറഞ്ഞാൽ y, ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്താൽ v എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അവർ തന്നേക്കുന്നതിന് ഇത്രയും സാധനം കിട്ടും. f of z equal to y എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് ഇത്രയും സംഭവങ്ങൾ എഴുതാൻ പറ്റും. ഇനി ഇത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, നോട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ കോഷി റൈമാൻ ഇക്വേഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നാണ്. അപ്പോൾ അതാണോ എന്നറിയില്ല. നമുക്ക് CR ഇക്വേഷൻസ് എനിവേ ചെയ്ത് നോക്കിയാലേ എ ആണോ ബി ആണോ അതോ ഇതൊരു ഹാർമോണിക് ഫംഗ്ഷൻ ആണോ. അപ്പം ആദ്യമേ തന്നെ CR ഇക്വേഷൻസ് നോക്കുക. CR ഇക്വേഷൻസ് ആണെങ്കിൽ മാത്രം, അനാലിറ്റിക് ആണെങ്കിൽ മാത്രമേ അത് ഹാർമോണിക് ആവുള്ളൂ. ഡോ സ്ക്വയർ യു ബൈ, അതായത് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്ന് നമുക്കറിയാം. പിന്നെ അതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ CR ഇക്വേഷൻ നോക്കുക. CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ തന്നെ കൺഫേം ചെയ്യാം. സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബിയിലേക്ക് പോവാം. ഓക്കെ, യെസ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഹാർമോണിക്കും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ഹാർമോണിക് ഒന്നും ആവില്ല, ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ അത് ഹാർമോണിക് ആവില്ലല്ലോ. സോ എന്താണ് CR ഇക്വേഷൻസ്? എന്താണ് CR ഇക്വേഷൻസ്? കോഷി റൈമാൻ ഇക്വേഷൻസ് ux ഇസ് ഈക്വൽ ടു vy, uy ഇസ് ഈക്വൽ ടു മൈനസ് vx. ഇതാണ് കോഷി റൈമാൻ ഇക്വേഷൻസ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു y and partial derivative of u with respect to y is equal to negative of the partial derivative of v with respect to x. ഇത് സെയിം ആണെങ്കിലാണ് CR ഇക്വേഷൻ അഥവാ കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റുക. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ച് നോക്കാം? u എന്ന് പറയുന്നത് y ആണ്, v എന്ന് പറയുന്നത് 0. ux കണ്ടുപിടിച്ച് നോക്കാം. y യെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തത് 0. vy കണ്ടുപിടിച്ച് നോക്കാം. 0യെ 0 കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തത് 0. സെറ്റ്. ഇത് രണ്ടും സെയിം ആണ്. ux ഈക്വൽ ടു vy സെയിം ആയിട്ട് വന്നു. ഇതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. രണ്ട് CR ഇക്വേഷനും ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അനലൈറ്റിസിറ്റി തന്നെ അതിന് നഷ്ടപ്പെടും. അത് അനലൈറ്റിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി uy എടുക്കുക. y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്, y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ 1. vx ആണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. vx, v യെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ 0. ഇത് സെയിം അല്ല. 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. 1 നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് 0. നെഗറ്റീവ് ഓഫ് 0 എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും സെയിം അല്ല അല്ലേ? ഇത് രണ്ടും സെയിമും ഓപ്പോസിറ്റും ആകണമെന്നാണ് കണ്ടീഷൻ. ഈക്വലും ഓപ്പോസിറ്റും. ഈക്വൽ എന്ന കണ്ടീഷന് ശേഷം ഓപ്പോസിറ്റും ആവണം എന്നാണ് സെക്കൻഡ് വൺ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇവിടെ ഈക്വൽ പോലും അല്ല, അപ്പൊ പിന്നെ ഓപ്പോസിറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേ വേണ്ട. ഈക്വൽ പോലും അല്ല, അപ്പൊ പിന്നെ ഓപ്പോസിറ്റ് ആവത്തില്ലല്ലോ. സോ ഇത് സെയിം അല്ല അല്ലെ? uy ഈസ് നോട്ട് ഈക്വൽ ടു മൈനസ് vx അല്ലെ? uy ഈസ് നോട്ട് ഈക്വൽ ടു മൈനസ് vx. അപ്പോൾ CR ഇക്വേഷൻസ് എന്താണ്? നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് അനാലിറ്റിക് എന്ന് പറയാം. ഓപ്ഷൻ ബി നോട്ട് അനാലിറ്റിക് എന്നതാണ് ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. f of z is equal to u plus iv is an analytic function with a non-zero derivative. Then the angle between the family of curves u of xy is equal to c1 and v of xy is equal to c2 where c1 and c2 are real numbers. എന്താണ്? ഫാമിലി ഓഫ് കർവ്സ് കട്ടിംഗ് ഓർത്തോഗണലി എന്നാണ് ആൻസർ കിട്ടുക അല്ലേ? u is equal to constant and v is equal to constant
ആർ ദി ഫാമിലി ഓഫ് കർവ്സ് കട്ടിംഗ് ഓർത്തോഗണലി. നമുക്ക് CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷന്റെ സഹായത്തോടു കൂടി ചെയ്യാം. പക്ഷെ ഒരിക്കലും എക്സാമിന് നമ്മൾ ഫിക്സഡ് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു 3-4-5 ചോദ്യങ്ങളുണ്ട്. അത് അതേപോലെ തന്നെ ചോദിക്കും. അതൊന്നും ചെയ്യാൻ പോകരുത്. U ഈക്വൽ ടു കോൺസ്റ്റന്റ്, V ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഫ് കർവ്സ് കട്ടിംഗ് ഓർത്തോഗണലി 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന ഫാമിലി ഓഫ് കർവ്സ് ആയിരിക്കും. പിന്നെ പ്രൂവ് ദാറ്റ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് റിയൽ പാർട്ട് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് റിയൽ പാർട്ട് ഉള്ള അനലൈറ്റിക് ഫംഗ്ഷൻ ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രൂവ് ദാറ്റ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ഇമാജിനറി പാർട്ട് ഈസ് എ കോൺസ്റ്റന്റ്. പ്രൂവ് ദാറ്റ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ് ഈസ് എ കോൺസ്റ്റന്റ്. പ്രൂവ് ദാറ്റ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് ആണെങ്കിൽ അനലൈറ്റിക് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, കോൺസ്റ്റന്റ് മോഡുലസ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതൊന്നും പ്രൂവ് ചെയ്യാൻ എക്സാമിനേഷൻ സിനാരിയോയിൽ നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യം, പ്രൂഫ് പഠിച്ചു വെക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് കോൺസ്റ്റന്റ് ആണ് എന്ന റിസൾട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട റിസൾട്ട് ചോദ്യമാണിത്. ഇത് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാൻ പറ്റും. രണ്ട് സ്ലോപ്സ് കണ്ടുപിടിച്ച് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1 ആണെന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് കട്ടിംഗ് ഓർത്തോഗണലി ആണ് എന്ന് നിഷ്പ്രയാസം CR ഇക്വേഷന്റെ സഹായത്തോടു കൂടി പറയാൻ പറ്റും. പക്ഷെ അത് ചെയ്ത് സമയം കളയാനായിട്ട് ഒരിക്കലും എക്സാമിന് മുതിരരുത്. U ഈക്വൽ ടു കോൺസ്റ്റന്റ് ആൻഡ് V is equal to constant ആർ ദ ഫാമിലി ഓഫ് കർവ്സ് കട്ടിംഗ് ഓർത്തോഗണലി എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി 90 ഡിഗ്രീസ് ആണ് ആൻസർ എന്നുള്ളത് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കോംപ്ലക്സ് അനാലിസിസ് വളരെ പ്രാധാന്യാർഹിതമായ ടോപ്പിക്കാണ്. റെസിഡ്യൂ ഇവാലുവേഷനൊക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കറക്റ്റായിട്ടെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നുള്ള വളരെ പ്രാധാന്യാർഹിതമായ കുറച്ച് ചോദ്യങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി. അടിപൊളിയായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും അത്യാവശ്യം എഫേർട്ട് ഇട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണിത്. എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.